നമ്മൾ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇവർ നല്ല കർഷകരാണ് കേട്ടോ. ഇവർ ഞാൻ വന്നപ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും വിളവെടുത്ത് കഴിഞ്ഞു. അത്യാവശ്യം വെയിലൊക്കെ ആയി. അപ്പം എല്ലാം വിളവെടുത്ത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ നിൽക്കുകയാണ് വിൽപ്പനയ്ക്കായിട്ട്. കണ്ടോ, ഒറിജിനൽ പടവലം, അതുപോലെ തന്നെ ഇഞ്ചി, നല്ല നാടൻ ഇഞ്ചി. പിന്നെ എല്ലാം കുറച്ചേ ഉള്ളൂ. കണ്ടോ, അത്യാവശ്യം നമുക്ക് വിൽക്കാനുള്ള എന്താ പറയുക, പച്ചമുളക്, പടവലങ്ങ ഉണ്ട്, വെള്ളരിക്കയുണ്ട്, പിന്നെ നമ്മുടെ ഏറ്റവും സമ്പുഷ്ടമായ കോവയ്ക്കയുണ്ട്. വേണ്ട, കോവയ്ക്കയുണ്ട്, പാവയ്ക്കയുണ്ട്, പിന്നെ പയറ്, ചീര. പയറ് ഇത് മറ്റേ ഇതിന്റെ പേരെന്താ, കഞ്ഞിക്കുഴി പയറാണോ? ഇത് മീറ്റർ പയറാണ്. മീറ്റർ പയറ്. പിന്നെ ചീര. ചീരയൊക്കെ നമ്മൾ ജൈവമാകുമ്പോ ഇത് എന്തായാലും നമ്മൾ വിഷം അടിച്ച് വളം ഇട്ട് വരുന്ന സാധനത്തിനെ ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒക്കെ ആയിരിക്കും. ഇത് കണ്ടോ, ഇത്രയും കുഞ്ഞാണ്, പക്ഷെ ഇത് നമുക്ക് തരുന്ന അത്രയും വലിയ ഹെൽത്ത് ആണെന്നുള്ളതാണ്. അതാണ് ഈ ജൈവത്തിൻ്റെ പ്രത്യേകത. ചീര ഇപ്പോൾ വിളവെടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. കഴുകി കെട്ടി കൊണ്ടുപോകാനുള്ളൊരു ശ്രമത്തിലാണ്. എല്ലാം എടുത്തു വെച്ചു. വെണ്ടയ്ക്കയുണ്ട്, നല്ല വെണ്ടയ്ക്കയുണ്ട്, വഴുതനയുണ്ട്. ശരിക്കും നമ്മൾ പണ്ടൊക്കെ ഈ വാഴത്തട, വാഴക്കൂമ്പ്, ചെറിയ മറ്റേ ചേമ്പിന്റെ താളൊക്കെ ആയിരുന്നല്ലോ, സലാഡ് വെള്ളരി. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഹോസ്പിറ്റലും വേണ്ട, മരുന്നും വേണ്ട. ഇപ്പം പക്ഷേ എത്ര ഹോസ്പിറ്റലുകളായി, നല്ല ഓട്ടങ്ങളാണ് ഓടുന്നത്. അതെ അതെ, പക്ഷേ നമ്മുടെ വീടിന്റെ സൈഡിൽ തന്നെ. അതെ അതെ, അങ്ങനെയാ. അതെ, പിന്നെ കമ്പിളി മാസ്. പിന്നെ ഇതൊക്കെ ഒരു മാർക്കറ്റും കൂടെ ഉണ്ട്. നമ്മൾ ഈ ചേന, നാടൻ ചേന എന്ന് പറയുമ്പോ ഇങ്ങനെ ചെറിയ ചെറിയ ചേനകളായിരിക്കും. അതേസമയം നമ്മൾ വളമിട്ട വലിയ ചേനകളും ഉണ്ടാകും. പക്ഷെ എല്ലാ സമയത്തും നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മുടെ തൊടികളിൽ നിന്നൊക്കെ കിട്ടും. വീട്ടാവശ്യം. അതെ, വീട്ടാവശ്യം ചട്ടികളിലോ മൺചട്ടികളിലോ വീട്ടാവശ്യത്തിന് കിട്ടും, ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ പോയി വാങ്ങിച്ച ചേന എന്ന് പറഞ്ഞാൽ വലിയ ചേനയായിരിക്കും, അത് മുറിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇത് എത്ര കിലോ വരും? കിലോ വരുമോ? ഇത് 1 കിലോയ്ക്കകത്ത് വരും. നല്ല നാടൻ കോവയ്ക്ക. നാടൻ കോവയ്ക്ക. നാടൻ കോവയ്ക്ക കുഞ്ഞ്. അതാ പറഞ്ഞ ഇങ്ങനെ കുഞ്ഞായിട്ട് നീളമുള്ളത് കേട്ടോ. കറി വയ്ക്കാനും ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം, പച്ചയ്ക്ക് കൂടുതൽ കഴിക്കും. അതെ, ഏറ്റവും കൂടുതൽ വിഷമടിച്ച് വരുന്ന സാധനങ്ങളിലൊന്നാണ് കറിവേപ്പില, മല്ലിയില, പുതിനയില ഒക്കെ. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യം, നമ്മുടെ തൊടിയിൽ നിന്ന് ചെറുതായിട്ട് ഇത് വിൽക്കാൻ വെച്ചേക്കാണ്. ഇതുപോലെ കുറേശ്ശെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ വിഷമടിച്ച കറിവേപ്പിലയോ മല്ലിയിലയോ, ഇവിടെ മല്ലിയുണ്ട്, മല്ലി അതൊക്കെ കുറച്ചേ ഉള്ളൂ. കാരണം ഇതൊക്കെ ഇത് നാളെ വീട്ടിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഇരുന്ന് കഴിഞ്ഞിട്ട് നാളെ അഴുക്കായി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. മണലിൽ നട്ടാ മതി, മല്ലി നല്ല ഉണ്ടാവും. മണലിൽ നട്ടാ മതി അല്ലേ? അപ്പൊ ഇതൊക്കെ എങ്ങനെയാ, ഇതിന്റെ വിൽപ്പന എങ്ങനെയാ? പെട്ടെന്ന് വിറ്റ് പോകുമോ? പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇത് കാണുന്നവരപ്പോഴേ തന്നെ ഇറങ്ങി വാങ്ങിച്ച് സ്ഥിരം ഞാൻ ഒരു വണ്ടി ഫുള്ളാ കൊണ്ടുപോകും. മറ്റൊരു പ്രത്യേകതയുണ്ട്, ശീതകാല പച്ചക്കറിയുടെ സമയം. നമുക്ക് കോളിഫ്ലവർ, അതുപോലെ തന്നെ ക്യാരറ്റ്, ഇതൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ വീടുകളിലെ മട്ടുപ്പാവുകളിലോ വീട്ടുമുറ്റത്തോ ഇത് ചെയ്യാം. നമുക്കിതെല്ലാം ചെയ്തെടുക്കാം. അതിനുള്ള പറ്റിയ സീസണും അന്തരീക്ഷവും നമുക്ക് കേരളത്തിൽ. അതെ, അപ്പൊ നമുക്ക് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ ഉള്ള ആൾക്കാർക്ക്, ഇങ്ങനെ സിറ്റിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇത് ഈസിലി അക്സസബിൾ ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ എവിടെയാ വിൽപ്പന? ഇവിടെ ആറാങ്കല്ല് പുരവൂർക്കോണമാണ്. നമ്മൾ ആഴ്ചയിൽ 3 ദിവസം. ഈ ആറാങ്കല്ലെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട് റോഡില് പുരവൂർ കോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് സിറ്റിയുടെ അതിർത്തിയാണ് സാറ് പറയുന്നത്. ഞാൻ 10-15 വർഷം കൊണ്ട് അവിടെ കച്ചവടം കച്ചവടം നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുപോയി കച്ചവടം ചെയ്യും. 15 വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം മുട്ടട ഒരു ദിവസം ഉണ്ട്. അവിടെയും സ്ഥിരം കസ്റ്റമർ, അത് നിറച്ച ആൾക്കാരുണ്ട്. ഇല്ല, വേറെ എങ്ങും പോകാൻ പറ്റൂല സാർ, നമുക്ക് കൃഷി എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റൂല, ഇത് വലിയ പാടാണ്. പിന്നെ നമ്മളങ്ങനെ പഠിച്ചതുകൊണ്ട് പിന്നെ ആൾക്കാരെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ തരണം.
ഈ ഒരാൾ വാങ്ങിക്കുമ്പോൾ നാളെ പറഞ്ഞേ ഞങ്ങൾ നോക്കിയിരിക്കും. ഒരു ദിവസം പോയില്ലെങ്കിൽ എല്ലാവരും വിളിക്കും. നമുക്ക് എങ്ങും പോകാൻ പറ്റും. ഒരു കല്യാണത്തിനൊന്നും പോകാൻ ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ട്. ഇത് കച്ചവടം ഉണ്ടെങ്കിൽ വലിയ പാട്. നമ്മൾ പോകായിരുന്നു, അവർ വിളിക്കും നമ്മളാ ഫോണിൽ കൂടെ എപ്പോഴും വിളിച്ചോണ്ട് നിങ്ങൾ വരാത്തത് നിങ്ങളെ നോക്കി നമ്മൾ ഇത്രയും കിലോമീറ്റർ വന്നിട്ട് തിരിച്ചു പോയി എന്ന് പറയുമ്പോൾ വിഷമം തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലത് നോക്കി ആൾക്കാർ വെയിറ്റ് ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, കൂടുതലായി വന്നാല് നമുക്കൊരു വലിയ മാറ്റം. പിന്നെ ജൈവം എന്ന് പറയുന്നത് പറ്റിക്കുന്നവരും ഉണ്ട്, ജൈവം എന്ന് പറഞ്ഞാൽ പറ്റിക്കുന്നവരുണ്ട്. അതെ അതെ. പക്ഷെ നല്ലത് പരിശോധന ലാബ് വേണം. അതാണ് ഏറ്റവും കൂടുതൽ. പരിശോധന ലാബ് അനുസരിച്ച് ചെയ്തതാണെന്ന് നമുക്ക് ഉത്തമ വിശ്വാസമുള്ളത് വിൽക്കാവൂ. അതെ. ഇത് തിരുവനന്തപുരം വെള്ളരിയാണോ? ഞാൻ ഈ വെള്ളരിയുടെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചില വെള്ളരി ഇങ്ങനെ മഞ്ഞ കളറിൽ ഉരുണ്ടിരിക്കുമല്ലോ. അത് ഇവിടെ ഉള്ളതല്ല, അത് നമ്മൾ കേരളത്തുള്ള തന്നെ. പക്ഷെ അത് അങ്ങോട്ടുള്ളതാണ്. ഞാൻ ഇവിടെ തിരുവനന്തപുരം സൈഡിൽ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് നമ്മളെ യഥാർത്ഥ വെള്ളരിക്ക ഇതാണ്, നാടൻ വെള്ളരിക്ക ഇതാണ്, നാടൻ യഥാർത്ഥ പടവല ഇതാണ്, നാടൻ യഥാർത്ഥ പടവല ഇതാണ്. മഞ്ഞ ഉള്ളത് നമ്മളെ ഇവിടെ കേരളത്തിൽ തന്നെ. പക്ഷേ വരവാണെങ്കിൽ വേറെ കളറാണ്, വേറെ ഷേപ്പും ആയിരിക്കും. അത് ശരി, അത് ശരി. അപ്പൊ പച്ചക്കറിയിലും കുറച്ച് പഠിക്കാനുണ്ടെന്ന് അർത്ഥം. അങ്ങനെ വരവ് എടുത്തോണ്ട് പോകൂല, എടുത്തോണ്ട് നമ്മളെ സ്ഥിരം കസ്റ്റമർക്ക് അതൊരു ഇത് വരും, ഇത് കിട്ടും. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ബമ്പിളി മാസ്, നമ്മുടെ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയും കൊച്ചു പിള്ളേര്. അല്ല, കൊച്ചു പിള്ളേരല്ല, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാൻ സാറിന്റെ അവിടെ പിന്നെ നമുക്ക് ഇത് എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. കുറവ് വരുന്ന സാധനങ്ങൾ നമ്മൾ നെടുങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ, വേൾഡ് മാർക്കറ്റുണ്ട്, അവിടെ കർഷകർ കൊണ്ടുവരണം. അത് കർഷകർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വരണം, രജിസ്റ്റർ ചെയ്ത് അവിടെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം അവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ സമ്മതിക്കുകയുള്ളൂ. അത് കാർഷിക കോളേജിൽ നിന്ന് ലാബിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ അപ്രൂവ്ഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ വെച്ച് നമ്മളെ പോലെയുള്ളവർക്ക് അതെ അതെ അങ്ങനെ പരിശോധന ഒക്കെ ചെയ്തിട്ടാണ് കർഷകർ അവിടെ മാക്സിമം ഉള്ളത് കൊണ്ടുവന്ന് നല്ല സാധനം കൊണ്ടുവരും. അത് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നമ്മളേതായ ബെനിഫിറ്റ് അവർക്ക് നമ്മളിൽ നിന്ന് ആൾക്കാർ വാങ്ങിക്കാൻ മുതിരണം. ഇത് കാണുമ്പോൾ ഇതേ രീതിക്കുള്ള തിരുവനന്തപുരത്ത് ആനയറ ഒരു യൂറോപ്യൻ ആനയറ വേൾഡ് മാർക്കറ്റ് ഉണ്ട്. ഇത് ഇങ്ങനത്തെ നല്ല ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കൈ തൊട്ടാ ഇങ്ങനെ കഴിക്കാൻ തോന്നും. എല്ലാവർക്കും അറിയാം, 90% ആൾക്കാർക്കും പരസ്യമായത് നമ്മൾ ഇത്ര വർഷം കൊണ്ട് പോകുന്നത് 15 വർഷം കൊണ്ടുള്ളതുണ്ട്. അതുകൊണ്ട് വേറെ പരസ്യത്തിന്റെ ആവശ്യമില്ല. അതായത് ചൊവ്വാഴ്ച മുട്ടടയും തിങ്കൾ മുതൽ ബാക്കി ഞായർ വരെയുള്ള ദിവസം അല്ലല്ല, 3 ദിവസമേ ഉള്ളൂ വഴിയില്ല പൂരവർക്കോണത്ത്. ആഴ്ചയിൽ 4 ദിവസത്തെ കച്ചവടമേ ഉള്ളൂ. നമുക്ക് കൃഷിയും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും കച്ചവടം എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങാൻ പറ്റൂല. നമ്മൾ 4 മണി തൊട്ടേ ഈ കച്ചവടം തുടങ്ങുള്ളൂ. 9 മണിക്ക് മുമ്പ് സാധനം തീരും. നമ്മൾ അതിനുശേഷം വീട്ടിൽ പോരുള്ളൂ. അപ്പൊ 3 ദിവസം വഴയില ഉണ്ടെന്ന് പറഞ്ഞില്ല, ഏതൊക്കെ ദിവസങ്ങളിലാണ്? തിങ്കൾ ബുധൻ വെള്ളി. തിങ്കൾ ബുധൻ വെള്ളി വഴയിലുണ്ട്. 4 മണി തൊട്ട് ഉച്ചയ്ക്ക് ശേഷം 4 മണി തൊട്ട് 9 മണി വരെ കാണും വഴയില. 3 ദിവസം, തിങ്കൾ ബുധൻ വെള്ളി. പിന്നെ ചൊവ്വാഴ്ച ഒരു ദിവസം മുട്ടടപ്പം. അത് ഒരു ദിവസം പോകാനേ പറ്റുള്ളൂ. തീരുന്നതനുസരിച്ച് തിരിച്ചു പോരുകയും ചെയ്യും. പെട്ടെന്ന് തീരണമെങ്കിൽ പെട്ടെന്ന് പോരും. എന്തായാലും തീരും. തീരും. അത് കണക്കാക്കി വണ്ടി ഫുള്ളാ പോവും. എല്ലാവർക്കും അറിയാം, സിറ്റി കംപ്ലീറ്റ് അറിയാം. ഇവര് ഉച്ചയ്ക്ക് ഊണ് കഴിക്കണ സമയത്താണ് ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. ഈ കറിയൊക്കെ എടുക്കുമ്പോഴാണ് ഇത് ഇന്നടുത്ത് വാങ്ങിച്ച പയറൊക്കെ കഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കാണൂല, കീര ടേസ്റ്റ്. അപ്പം നാടൻ ഇങ്ങനെ കഴിക്കുമ്പോൾ അവർ ഷെയർ ചെയ്യുമെന്നാണ് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ തന്നെ പരസ്യം ചെയ്ത ആൾക്കാർ കൂടുതലും പറഞ്ഞു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറിക്കാർ വന്നാൽ ഇത് വിൽപ്പന നടത്തുമ്പോൾ നമ്മൾ വല്ല അവരുടെ വിൽപ്പനയ്ക്ക് കുറവെല്ലാം വരുന്ന സാഹചര്യം വല്ലതും ഉണ്ട് അവരുടെ വിൽപ്പനയ്ക്ക്? ചില സമയത്ത് ഇപ്പൊ ഈ വെണ്ടയ്ക്കൊക്കെ നമ്മളൊരു 50 രൂപ കൊടുക്കണം. അതേസമയം തമിഴിന്റെ വണ്ടി അല്ല, നമ്മളെ ഇവിടുത്തെ വെണ്ടയ്ക്കൊക്കെ 100 രൂപ 120 രൂപ കൊടുക്കണം. നമ്മൾ വേൾഡ് മാർക്കറ്റ് തറവില തന്നെ, ഗവൺമെന്റ് തറവില തന്നെ 70 രൂപ 75 80 രൂപ ഒരു സമയത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതെനിക്ക് മനസ്സിലായി. സാറ് ചോദിച്ചത് ഇപ്പൊ തമിഴ്നാടിന്റെ വണ്ടി വരുമ്പോ 4 കിലോ 100 രൂപ എന്ന് പറഞ്ഞ് വരും. അപ്പൊ ഇത് ബാധിക്കാറുണ്ടോ നിങ്ങളെ? അല്ലല്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. നാടനും വരവുമായിട്ട് വ്യത്യാസമുണ്ട്. നമുക്ക് ഗവൺമെന്റ് ഇതെല്ലാത്തിനും തറവിലയുണ്ട്. ഇന്നലെ 82 രൂപയാണ് 1 കിലോ പയർ തറവില. ഞാൻ കൊടുക്കണമെന്ന് 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 100 രൂപ കുറഞ്ഞു. അതും കാക്കിൽ തൂക്കുമ്പം 300 320 ഗ്രാമൊക്കെ നമുക്ക് പോകും. എങ്കിലും 100 രൂപ വില കിട്ടൂല പയറിൽ.
ചിലപ്പം 10 രൂപ 1 കിലോ, ചിലപ്പോൾ 10 രൂപ കിട്ടും, അല്ലെങ്കിൽ 8 രൂപ എന്തെങ്കിലും കിട്ടും. ഏത് മാർക്കറ്റിൽ നമുക്ക് ഏത് സംസ്ഥാനത്ത് എല്ലാം കൂടെ സ്വന്തമായിട്ട് നല്ലതിന് വിലയുണ്ട്, നല്ലതിന് വിപണിയുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ടാണ് ഡ്രൈവ് ചെയ്ത് പോകണത്, ഞാൻ സ്വന്തമായിട്ട് തന്നെ എടുക്കുക. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ട്, അവർക്ക് തുച്ഛമായിട്ടൊരു ശമ്പളം കൊടുത്താൽ മതി. ഒരു പ്രായമുള്ള ഒരാൾ വന്ന് സഹായിക്കാറുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യണതുകൊണ്ട് എനിക്ക് ചെറിയൊരു മാർജിൻ എടുത്തിട്ട്, അതാണ് ഇത്രയും കസ്റ്റമർ ഉള്ളതും നല്ല അവരെ തൃപ്തിയാക്കി വിടും. വിഷരഹിതമായ സാധനങ്ങൾ വാങ്ങാൻ ധാരാളം ഇപ്പം ആവശ്യക്കാരുണ്ട്. അവർക്ക് നല്ല സാധനം വേണം, വില അല്പം കൂടിയാലും വേണ്ടില്ല. അപ്പോൾ കൃഷിക്കാരന് നഷ്ടം വരാത്ത നിലയിൽ വില അങ്ങനെ ഒരുപാട് കൂട്ടാനും പറ്റൂല. ഗവൺമെന്റ് ഒരു തറവിലയുണ്ട് നമുക്ക്. തറവിലയൊന്നും ഒരുപാടൊന്നും നമ്മൾ അങ്ങനെ മാർജിൻ ഇട്ടാൽ നമുക്കത് ചോദ്യം വരും. നമുക്ക് അങ്ങനെ ചെയ്തുകൂടാ, ഒരിക്കലും ചെയ്യേയില്ല. ചെറിയ വ്യത്യാസം. ഇപ്പോൾ 82 രൂപ, ഇന്നലെ 82 രൂപയുണ്ട്. നമുക്ക് കൊടുക്കണേ 100 രൂപ വെച്ചേ കൊടുക്കാൻ പറ്റുമോ? 120 എന്ന് പറഞ്ഞാൽ ചില സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. 100 കിലോ 30 രൂപ എന്ന് പറഞ്ഞാൽ അത് ആൾക്കാർ ആരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. സന്തോഷമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവുകയുള്ളൂ. നല്ല ഫേമസ് ആണ്. എപ്പോൾ കണ്ടാലും നോക്കാം, ഇത് ഫുള്ള് ജൈവമാണ്, ഒരു കർഷകന്റെ അധ്വാനമാണ്.